ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് ഇന്ന് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നു. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി. ഈ വാക്യം തുടങ്ങുന്നത് അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനു മുമ്പുള്ള 6 മുദ്രകൾ പൊട്ടിക്കുന്നത് അത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലാണ്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 1-ാം മുദ്ര പൊട്ടിക്കുന്നത് വെളിപ്പാട് പുസ്തകം 6-ൻ്റെ 1-ൽ കാണുന്നു. 2-ാം മുദ്ര പൊട്ടിക്കുന്നത് വെളിപ്പാട് പുസ്തകം 6-ൻ്റെ 3-ൽ കാണുന്നു. 3-ാം മുദ്ര പൊട്ടിക്കുന്നത് വെളിപ്പാട് പുസ്തകം 6-ൻ്റെ 5-ൽ കാണുകയാണ്. 4-ാം മുദ്ര പൊട്ടിക്കുന്നത് 6-ൻ്റെ 7-ാം വാക്യത്തിൽ കാണുന്നു. 5-ാം മുദ്ര പൊട്ടിക്കുന്നത് വെളിപ്പാട് പുസ്തകം 6-ൻ്റെ 9-ൽ കാണുകയാണ്. 6-ാം മുദ്ര പൊട്ടിക്കുന്നത് വെളിപ്പാട് പുസ്തകം 6-ൻ്റെ 12-ൽ നമ്മൾ വായിക്കുന്നു. അടുത്തത് 7-ാം മുദ്ര പൊട്ടിക്കുന്നത് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലല്ല, 8-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. അതായത് 7-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം ഒരു ബ്രാക്കറ്റ് കാലമാണെന്നും ഈ ബ്രാക്കറ്റ് കാലത്തിൽ അഥവാ മഹാപീഡന കാലഘട്ടത്തിലെ 2 കൂട്ടം വിശുദ്ധന്മാരെ നാം കണ്ടു. ഇപ്പോൾ 7-ാമത്തതും ഒടുവിലത്തതുമായ മുദ്രയിലേക്ക് വരുന്നു. 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂർ മൗനതയുണ്ടായി. ഇത് വാസ്തവത്തിൽ ഒരു അത്ഭുതമാണ്. കാരണം സ്വർഗത്തിൽ രാപ്പകൽ വിശ്രമം കൂടാതെ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 4-ൻ്റെ 8. അരമണിക്കൂറോളം എങ്ങനെയാണ് മൗനതയുണ്ടാകുന്നത്? അരമണിക്കൂറിൻ്റെ ദൈർഘ്യം നമ്മുടെ സമയം അനുസരിച്ചാണ്. സ്വർഗത്തിൽ മൗനതയുണ്ടാകുമോ? എന്തിനാണ് ഈ മൗനത? ഇവ ന്യായമായ ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് 2 ഉത്തരമാണ് വേദപണ്ഡിതാക്കൾ നൽകുന്നത്. 1, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന കേൾക്കാനായി പാട്ടും ആരാധനയും നിർത്തിവെച്ചു. അതുകൊണ്ട് സ്വർഗത്തിൽ മൗനതയുണ്ടായി. സ്വർഗത്തിലെ സംഗീതഘോഷത്തെക്കാൾ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്കാണ് ദൈവം പ്രാധാന്യം നൽകുന്നതെന്ന് R.H. ചാൾസ് പ്രസ്താവിക്കുന്നു. അടുത്തത് 2, ദൈവം ന്യായവിധിക്കായി എഴുന്നേൽക്കുമ്പോൾ കൂടെ മൗനതയുണ്ടായതായി പ്രവചന പുസ്തകത്തിൽ നാം വായിക്കുന്നു. ഹബക്കുക്ക് 2:20. എന്നാൽ യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവ്വഭൂമിയും അവൻ്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. സെഫന്യാവ് 1:7. യഹോവയായ കർത്താവിൻ്റെ സന്നിധിയിൽ മിണ്ടാതിരിക്കുക, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. യഹോവ ഒരു യാഗസദ്യ ഒരുക്കി താൻ ക്ഷണിച്ചവരെ വിശദീകരിച്ചുമിരിക്കുന്നു. സെക്രിയാവ് 2:13. സകല ജഡവുമായുള്ളവരെ യഹോവയുടെ മുമ്പിൽ മിണ്ടാതിരിപ്പിൻ, അവൻ തൻ്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് എഴുന്നരുളിയിരിക്കുന്നു. സങ്കീർത്തനം 76-ൻ്റെ 8-9 വാക്യങ്ങൾ. സ്വർഗത്തിൽ നിന്ന് നീ വിധി കേൾപ്പിച്ചു, ഭൂമിയിലെ സാധുക്കളെയൊക്കെയും രക്ഷിപ്പാൻ. ദൈവം ന്യായവിസ്താരത്തിനു എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ട് അമർന്നിരുന്നു. സങ്കീർത്തനം 46-9. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. ഈ വാക്യങ്ങളിൽ നാം വായിച്ചതുപോലെ ഈ ഭാഗത്ത് ഇനിയും സംഭവിക്കാൻ പോകുന്ന വലിയ ന്യായവിധിയുടെ ഭീകരതയെ എടുത്തു കാണിക്കുവാനാണ് സ്വർഗത്തിൽ അരമണിക്കൂർ മൗനതയുണ്ടായത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വലിയ കാറ്റിന് മുമ്പെയുള്ള ശാന്തത, കാഹളങ്ങൾ, ക്രോധകലശങ്ങൾ എന്നിവയാൽ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന ഭയങ്കര ന്യായവിധിക്കുള്ള നിശബ്ദത, സന്നാഹത്തെയാണ് ഈ മൗനത കാണിക്കുന്നത്. അരമണിക്കൂർ എന്നത് കുറഞ്ഞ സമയം ആണെന്ന് നമുക്ക് തോന്നാമെങ്കിലും പ്രവചന ഭാഷയിൽ വളരെ ദൈർഘ്യമുള്ള ഒരു സമയമാണ്. മുദ്ര പൊട്ടിക്കുന്നതിനും കാഹളമൂതുന്നതിനും ഇടയിലുള്ള ഒരു സമയമാണ് ഇത്. നാളെ നമുക്ക് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 2-ാമത്തെ വാക്യം പഠനത്തിന് വിധേയമാക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്.